നമ്മുടെ ബോർഡിൽ നിങ്ങൾ നോക്കൂ, ഞാനൊരു സെന്റൻസ് എഴുതിയിട്ടിട്ടുണ്ട്. നീ തിരിച്ചു വരുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇത് എങ്ങനെയാ പറയാൻ കഴിയുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളിത് പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കൂ. നീ തിരിച്ചു വരുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ എന്തുണ്ട്? കുറെ ഹിന്റ് ഉണ്ട് നിങ്ങൾക്ക്. വാങ്ങിക്കണം. നമ്മു വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഷുഡ് വേണം. നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എടുത്ത് നീ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു സംശയമായിരിക്കും. കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. വാങ്ങിക്കണം എന്ന് പറയാൻ നമുക്ക് എന്താ വേണ്ടത്? നമ്മ. വാങ്ങിക്കുക എന്ന് പറയുന്ന വേർബ് എന്താണ്? ബൈ ആണ്. അപ്പൊ നമ്മ എന്ന് പറയാൻ ഷുഡ് വേണം. അപ്പൊ ഷുഡ് ബൈ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നീ എന്ന് പറയാൻ യു. തിരിച്ചു വരിക കം ബാക്ക്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഗെറ്റ് ബാക്ക് ഉപയോഗിക്കത്തില്ലേ? ഗെറ്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ ക്ലാസ് 3-4 ക്ലാസ് ഗെറ്റ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? വെൻ നീ വെൻ യു തിരിച്ചു വരുമ്പോൾ. നമ്മൾ കം ബാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഇവിടെ ഗെറ്റ് ബാക്ക് ആണ് ഉപയോഗിക്കുന്നത്. കാര്യം കം ബാക്ക് എല്ലാവർക്കും അറിയാം. വെൻ യു ഗെറ്റ് ബാക്ക്, നീ തിരിച്ചു വരുമ്പോൾ എന്ത് മേടിക്കണം? കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കണം. യു വെൻ യു ഗെറ്റ് ബാക്ക് യു ഷുഡ് ബൈ കുറച്ച് പച്ചക്കറി, സം വെജിറ്റബിൾസ്. ക്ലിയർ? എങ്ങനെയാ നമ്മൾ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെൻ യു ഗെറ്റ് ബാക്ക് യു ഷുഡ് ബൈ സം വെജിറ്റബിൾസ്. അപ്പൊ ഈ ഗെറ്റ് ബാക്ക് നമ്മൾ ഇവിടെ എന്തിനാ? ഗെറ്റിന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് അല്ലെ. ഗെറ്റ് ബാക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചത്? തിരിച്ചു വരിക എന്നതിനാണ് നമ്മൾ ഉപയോഗിച്ചത്. വാങ്ങിക്കണം എന്ന് പറയാൻ നമ്മൾ ഷുഡ് ബൈ ആണ് ഉപയോഗിച്ചത്. സം വെജിറ്റബിൾ, കുറച്ച് വെജിറ്റബിൾസ്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഷുഡിന്റെ ക്ലാസ് ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഇനി എനിക്ക് തിരിച്ചു വന്നപ്പോ കുറച്ച് പച്ചക്കറി വാങ്ങിക്കായിരുന്നു. വീട്ടിൽ വന്നേ അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത്. തിരിച്ചു വന്നപ്പോഴേ എനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. നമ്മൾ പഠിച്ച കാര്യമാണ്. വാങ്ങിക്കാമായിരുന്നു. എങ്ങനെയാണ് അപ്പൊ എഴുതുക? എനിക്ക് തിരിച്ചു വന്നപ്പോൾ. നമ്മൾ തിരിച്ചു വരുമ്പോൾ എഴുതാൻ വെൻ യു ഗെറ്റ് ബാക്ക് എന്ന് എഴുതി. തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാ നമ്മളപ്പോ എഴുതുക? വെൻ ആർക്കാ? എനിക്ക്. ഗെറ്റ് ബാക്ക് എന്തായി മാറി? ഞാൻ തിരിച്ചു വന്നില്ലേ. അപ്പൊ നമുക്ക് മുകളിൽ എഴുതാം അല്ലെ. അത് തിരിയുള്ളൂ നിങ്ങൾക്ക്. നമ്മൾ ഇങ്ങനെ വരച്ചങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ എഴുതാം. വെൻ എനിക്ക് ഗെറ്റ് ബാക്ക് എന്താവും? ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞു. ഗോട്ട് ബാക്ക്. വെൻ ഐ ഗോട്ട് ബാക്ക്, തിരിച്ചു വന്നപ്പോ കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാമായിരുന്നു. എനിക്ക് വാങ്ങിക്കാമായിരുന്നു. സങ്കടമാണ്, വിഷമമാണ്, നിരാശയാണ്. കുഡ് ഹാവ് ബോട്ട്, ബൈ ബോട്ടായി മാറി. സം വെജിറ്റബിൾസ്. വെജിറ്റബിൾ. നിങ്ങളുടെ ബുക്കിൽ ഈ സെന്റൻസ് എഴുതി വെക്കുക. ഇതും എഴുതുക. വെൻ ഒരേ ലെറ്റർ കളറാകുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെ. വെൻ ഐ ഗോട്ട് ബാക്ക്, തിരിച്ചു വന്നു, അതുകൊണ്ട് ഗെറ്റ് ബാക്ക് പാസ്റ്റിലോട്ട് പോയി. വെൻ ഐ ഗോട്ട് ബാക്ക് ഐ കുഡ് ഹാവ് ബോട്ട് സം വെജിറ്റബിൾ. കുഡ് ബോട്ട് സം വെജിറ്റബിൾ എന്താണ്? എനിക്കത് വാങ്ങിക്കാമായിരുന്നു. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? നീ തിരിച്ചു വരുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. ഷുഡ് ബൈ. തിരിച്ചു വന്നപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാമായിരുന്നു. കുഡ് ഹാവ് ബോട്ട്. ഹാവ് വന്നതുകൊണ്ട് ബൈ ബോട്ട് ബോട്ട്. നമ്മുടെ സെന്റൻസ് ശ്രദ്ധിക്കൂ. തിരിച്ചു വരുമ്പോൾ നീ പച്ചക്കറി വാങ്ങേണ്ട. അത് നമ്മൾ പഠിച്ച എന്താ? വേണ്ട എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഷുഡിന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കണം. നീ തിരിച്ചു വരുമ്പോൾ, വെൻ യു
ഇവിടെ നമ്മൾ കം ആണ് ഉപയോഗിക്കുന്നത്, മറ്റോടത്ത് നമ്മൾ ഗെറ്റ് ഉപയോഗിച്ചു. വെൻ യു കം ബാക്ക്, നീ തിരിച്ചു വരുമ്പോൾ പച്ചക്കറി വാങ്ങിക്കേണ്ട, നീ വാങ്ങിക്കേണ്ട. യു ഷുഡിന്റ്, ഷുഡ് നോട്ട് ബൈ വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് എന്താണ്? വെൻ യു കം ബാക്ക് യു ഷുഡിന്റ് ബൈ വെജിറ്റബിൾസ്. വേണ്ട എന്ന് പറയാൻ നമുക്ക് വേണ്ടത് എന്താണ്? ഷുഡ് നോട്ട്. അപ്പൊ ഷുഡിന്റ് ബൈ വെജിറ്റബിൾസ്. തിരിച്ചു വന്നപ്പോ നിനക്ക് നീ പച്ചക്കറി വാങ്ങിക്കണമായിരുന്നു. തിരിച്ചു വന്നപ്പോഴേ നീ പച്ചക്കറി വാങ്ങിക്കണമായിരുന്നു, വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാൻ കറി വെച്ച് തന്നേനെ. അപ്പൊ എങ്ങനെയാ പറയുന്നേ? തിരിച്ചു വന്നപ്പോൾ. വന്നില്ലേ ആള്? വീട്ടിലെത്തി കഴിയുമ്പോഴല്ലേ നമ്മൾ പറയണേ വെൻ യു കേം ബാക്ക്, നീ വാങ്ങിക്കണമായിരുന്നു. ഷുഡ് ഹാവ് ബോട്ട് വെജിറ്റബിൾസ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? When you came back, you should have bought vegetables. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യാസം എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? വാങ്ങിക്കണം എന്ന് പറയാൻ ഷുഡ് ബൈ, വാങ്ങിക്കണമായിരുന്നു എന്ന് പറയാൻ ഷുഡ് ഹാവ്, വാങ്ങിക്കാമായിരുന്നു എന്ന് പറയാൻ കുഡ് ഹാവ്, വാങ്ങിക്കേണ്ട എന്ന് പറയാം. അത് നമുക്ക് പല രീതിയിൽ പറയാം കേട്ടോ. നമ്മളിവിടെ ഷുഡേന്റ്. ക്ലിയർ? ഇതൊക്കെ എപ്പോഴും നിങ്ങൾക്ക് എത്ര പറഞ്ഞു തന്നാലും സംശയങ്ങൾ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഞാൻ 4 സെന്റൻസ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നവർക്ക് ഇതെന്താണ് എന്നുള്ളൊരു സംശയം വരും. അപ്പൊ നമ്മുടെ പ്രീവിയസ് ലെസൺ എടുത്തു നോക്കുക. ഷുഡും കുഡും വുഡും ഒക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വാങ്ങിക്കേണ്ട, വേണ്ട എന്ന് പറയാൻ ഷുഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് ഷുഡ് നോട്ട്, വേണ്ട എന്ന് പറയാൻ ഷുഡ് നോട്ട് ആണ്. ഷുഡ് എന്ന് പറഞ്ഞാൽ വേണം എന്ന് പറയാനാണ്. ഇനി ഷുഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി ജനുവരി 25-ാം തീയതി മുതൽ നമ്മൾ ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ജോലിക്കാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ 10 പേരെ മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.